ഹലോ, ഇന്ന് ഞാനും അമ്മയും കൂടി അമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പാപ്പൻ്റെ ആണ്ടായത് കാരണം ജസ്റ്റ് ഹെൽമെറ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ട്, താഴെ വീണതാണ് കയ്യിൽ നിന്ന്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടേ നല്ല മഴ. അമ്മ അവിടെ എന്നെ നോക്കി നിൽക്കുകയാണ്. ഞാൻ പതുക്കെ വീഡിയോ എടുത്ത് വരുന്നതിന് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പാപ്പൻ്റെ വീട്ടിൽ വായനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം എല്ലാവരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നതിന് ഞാൻ പിന്നെ പുറത്തോട്ടിറങ്ങി. ബീച്ചിൻ്റെ തൊട്ട് സൈഡിലാണ് വല്യമ്മയുടെ വീട്. വല്യമ്മയൊക്കെയാണ് ഇപ്പം അവിടെ താമസിക്കുന്നത്. ഇപ്പം അഴീക്കൽ ബീച്ചിൻ്റെ അപ്പം ഞങ്ങൾ നോക്കാൻ നേരത്തും ബീച്ച് ഫുള്ള് കടൽ കയറി മൊത്തവും പോയി കിടക്കുകയാണ്. അങ്ങ് തെക്കറ്റം തൊട്ട് വടക്കറ്റം വരെയും കടൽ കയറി മൊത്തം നശിച്ച് കിടക്കുകയാണ്. ആ ഓപ്പൺ സ്റ്റേജൊക്കെ വർഷങ്ങൾ കൊണ്ടേ കടൽ കയറി മൊത്തവും ഇളകി കിടക്കുകയാണ്. ഇപ്പം അതൊന്നുകൂടെ ഫുള്ള് പോയി. ഇപ്പം ഒത്തിരി ആൾക്കാർ വരുന്ന ബീച്ചാണിത്. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരുന്ന ബീച്ചാണിത്. ആ ബീച്ചിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ്. പിന്നെ അവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരു ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ വൃത്തിയായിട്ടില്ല. അവിടെ ഉള്ള എല്ലാം നശിച്ചു പോയേക്കുവാണ്. അതുപോലെ തന്നെ ബാത്റൂം ഇല്ല നല്ലൊരു. അതുപോലെ വേസ്റ്റ് ഇടുന്നതിന് ഒരു വേസ്റ്റ് ബിന്നോ പോലും അവിടെ ഇല്ല. ആൾക്കാരെല്ലാം വേസ്റ്റൊക്കെ നമ്മുടെ പരിസരത്താണ് കൊണ്ടുവന്നിടുന്നത്. സ്നഗ്ഗിയും ഇതെല്ലാം. വലിയവരായാലും കുഞ്ഞുങ്ങളായാലും എല്ലാം വീടിൻ്റെ മറവിനൊക്കെ വന്ന് നിന്നാണ് മൂത്രമൊക്കെ ഒഴിച്ചിട്ട് പോകുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിതെല്ലാം ഇങ്ങനെ നോക്കി നിന്നിട്ട് പറഞ്ഞാൽ തീരത്തില്ല ബീച്ചിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അവിടുത്തെ പട്ടിക്കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിച്ചിട്ടിരിക്കുന്നത് കണ്ടല്ലേ. ഒരാൾ മാത്രം പിണങ്ങി കിടക്കുക, എന്താ കാര്യം നടത്തില്ല. അതിനെയൊക്കെ നോക്കി കുറേ നേരം നിന്നിട്ട് വീടിനകത്തോട്ട് പോയി. പിന്നെ ചെന്നപ്പോഴത്തേനും നല്ല പായസം ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ. പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് നോക്കിയിരുന്ന് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം വൈകിട്ടത്തെ ചായ കുടിച്ചിട്ട് അപ്പുറത്തെ വീട്ടിൽ ഞാൻ തന്നെയാണ് പായസം കൊണ്ട് കൊടുത്തതും. അങ്ങനെ പായസം കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് പായസം കുടിച്ചു കഴിഞ്ഞിരുന്ന് പിന്നെ അവൽ നനച്ചതും തിന്നു. അങ്ങനെ ഇരുന്ന് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. രാത്രി 8 മണിയോളമായി. ബന്ധുക്കാരെല്ലാവരും ഇങ്ങനത്തെ ഇതിലല്ലേ ഒരുമിച്ച് വരത്തുള്ളൂ ഇങ്ങനെയൊക്കെ ഉള്ള. അപ്പം സംസാരിച്ചിരുന്ന സമയം പോയി. അപ്പം ഞങ്ങൾക്ക് ചെരുപ്പും കൂടെ മേടിക്കേണ്ടത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി. എന്നിട്ട് നേരെ ചെരുപ്പും മേടിച്ചിട്ട് വീട്ടിലും പോയി. അപ്പം അത്ര ഉള്ള കേസ്.